നവംബർ 20 ബൈഡൻ ഗ്രീൻ സിഗ്നൽ നൽകിയതിനു പിന്നാലെ അതിർത്തിയും കടന്ന് അമേരിക്കൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈനിൽ നിന്നും റഷ്യയെ ലക്ഷ്യമാക്കി ഉയർന്നു. 6 മിസൈലുകളിൽ 5 എണ്ണം റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു. റഷ്യയും തിരിച്ചടിച്ചു. 6 പകരം 12 മിസൈലുകൾ. യുദ്ധം ആരംഭിച്ച് 1000 ദിവസത്തിനിടെ ഇതാദ്യമായിട്ടായിരുന്നു അമേരിക്കൻ നിർമ്മിത മിസൈൽ റഷ്യൻ അതിർത്തിയിലേക്ക് കടക്കുന്നത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നു എന്ന് ചുരുക്കം. മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചുവെന്ന് മുൻ യുക്രൈനിയൻ കമാൻഡർ ഇൻ ചീഫ് വലേറി സലുഷ്നി. അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കീവിലെ എംബസികൾ അടച്ചിട്ടു. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായിരിക്കാൻ റഷ്യയുടെ സമീപ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. യുദ്ധം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് കൂടുതൽ അക്രമാസക്തമാവുകയാണോ? കാലാവധി കഴിയാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ബൈഡൻ നീക്കിയ കരുക്കൾ മറ്റു പല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന വിമർശനങ്ങളും പൊതുമധ്യത്തിൽ ഉയരുന്നുണ്ട്. 1000 ദിവസങ്ങൾക്ക് ശേഷം യുക്രൈനിലും റഷ്യയ്ക്കുമിടയിൽ സംഭവിക്കുന്നതെന്ത് പരിശോധിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. റഷ്യയിലേക്ക് യുക്രൈൻ 6 മിസൈലുകൾ തൊടുത്തുവിട്ടു. അതിലൊരെണ്ണം പക്ഷേ രക്ഷാകവചവും ഭേദിച്ച് റഷ്യൻ മണ്ണിൽ പതിച്ചു. അമേരിക്കൻ നിർമ്മിത ഹൈപ്പർസോണിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ. അടിക്ക് തിരിച്ചടി, അതാണ് പുതിന്റെ രീതി. 6 പകരം 12 മിസൈലുകൾ യുക്രൈനിലേക്ക് അയച്ച് റഷ്യ തിരിച്ചടിച്ചു. ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ പ്രയോഗിച്ചതെന്ന് യുക്രൈന്റെ ആരോപണം. ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ആദ്യമായാണ് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. 3000 മുതൽ 5500 കിലോമീറ്റർ വരെയാണ് ഈ മിസൈലുകളുടെ ദൂരപരിധി. റഷ്യയിൽ നിന്ന് യൂറോപ്പിലോ പടിഞ്ഞാറൻ അമേരിക്കയിലോ എവിടെ വേണമെങ്കിലും ആക്രമിക്കാൻ പ്രാപ്തമാക്കുന്നതാണിവ. എന്നാൽ രാജ്യത്ത് പുതുതായി വികസിപ്പിച്ച മധ്യദൂര ഹൈപ്പർസോണിക് മിസൈലുകളാണ് യുക്രൈനിലേക്ക് തൊടുത്തതെന്ന് ആരോപണങ്ങൾക്ക് പിന്നാലെ റഷ്യയുടെ വിശദീകരണം. അമേരിക്കയുടെ ATACMS മിസൈലുകൾക്ക് പിന്നാലെ UK നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തുവിട്ടതും കൂടുതൽ സംഘർഷങ്ങൾക്കിടയാക്കി. നാറ്റോ രാജ്യങ്ങൾ നേരിട്ട് റഷ്യക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ ആണവ യുദ്ധത്തിലെ അത് കലാശിക്കുവെന്ന് പുതിൻ ആദ്യമേ മുന്നറിയിപ്പ് നൽകിയതാണ്. പുതിൻ വെറും വാക്ക് പറയില്ലെന്ന് അയാളുടെ കരിയർ ഹിസ്റ്ററി ചികഞ്ഞു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാകും. യുക്രൈന്റെ മിസൈൽ ആക്രമണത്തിനു പിന്നാലെ രാജ്യത്തെ ആണവ നയം തിരുത്തി എഴുതിയിരിക്കുകയാണ് പുതിൻ. തങ്ങളെപ്പോലെ ആണവായുധ ശേഖരശേഷിയുള്ള മറ്റൊരു രാജ്യത്തിനെതിരെ മാത്രമേ ആണവായുധം ഉപയോഗിക്കൂ എന്നായിരുന്നു റഷ്യയുടെ നയം. അത് ചെറുതായി അവരൊന്ന് തിരുത്തി. തങ്ങളെ ആക്രമിക്കുന്നത് ആണവായുധം ഇല്ലാത്ത രാജ്യമാണെങ്കിലും അവരെ ആണവായുധമുള്ള ഒരു രാജ്യം സഹായിക്കുകയാണെങ്കിൽ അതിനെ സംയുക്ത ആക്രമണമായി കണക്കാക്കാമെന്ന് റഷ്യ തങ്ങളുടെ ആണവ നയം പുതുക്കി എഴുതി. അതായത് US, ബ്രിട്ടീഷ്, ഫ്രഞ്ച് മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചാൽ അത് റഷ്യയും നാറ്റോ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിക്കുമെന്ന് ചുരുക്കം. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള കാഹളമാണ് ഇതെന്ന ഭയത്തിലാണ് റഷ്യയുടെ അയൽ രാജ്യങ്ങൾ. എന്തായാലും റഷ്യ ആക്രമണം ശക്തമാക്കി. റഷ്യയിൽ നിന്നും യുക്രൈൻ പിടിച്ചെടുത്ത കുക്സ് മേഖലയിലെ 40% റഷ്യ തിരിച്ചുപിടിച്ചു. ശത്രു പ്രത്യാക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്ന് വ്യക്തം. റഷ്യക്കെതിരായ യുദ്ധത്തിൽ ആദ്യം മുതൽ തന്നെ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ യുക്രൈനുണ്ട്. യുദ്ധത്തിൽ യുക്രൈൻ ആവശ്യമായ യുദ്ധക്കോപ്പുകളും സാമ്പത്തിക സഹായവും നൽകുന്നതും അമേരിക്കയും സഖ്യരാജ്യങ്ങളും തന്നെ. പക്ഷേ റഷ്യൻ അതിർത്തിയിലേക്ക് അമേരിക്കൻ മിസൈലുകൾ അയക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. യുക്രൈൻ മണ്ണിലെ റഷ്യൻ അധിനിവേശത്തിനെതിരെ മാത്രമാണ് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ ആ നിബന്ധനയും ഒഴിവാക്കിയിരിക്കുകയാണ് ബൈഡൻ. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പിന്തുണയുമായി കിമ്മിന്റെ സൈനികരും റഷ്യയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നു. ഇതാണ് ബൈഡനെ ചൊടിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയല്ല, ബൈഡന്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ട്രംപ് ഫാക്ടർ ആണെന്നും പറയപ്പെടുന്നുണ്ട്. ജനുവരിയിൽ അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും. അധികാരത്തിലെത്തിയാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. അതിനെതിരെയുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും പറയപ്പെടുന്നു. റഷ്യക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം അറിയാത്ത ആളൊന്നുമല്ല ബൈഡന് കൂട്ടരും. നവംബർ 26 നാറ്റോ രാജ്യങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും. എന്തായിരിക്കും അംഗരാജ്യങ്ങളുടെ കൂട്ടായ തീരുമാനമെന്ന് അന്നറിയാം.